തെരഞ്ഞെടുപ്പ് കാലത്തെ വലിയ വാഗ്വാദങ്ങൾക്കൊടുവിൽ ഏറ്റവും അവസാനത്തെ നിമിഷം എന്ന് വേണമെങ്കിൽ പറയാം, കോൺഗ്രസ് വയനാട്ടിൽ ദുരന്ത നിവാരണത്തിന് വേണ്ടി പിരിച്ച തുകയുടെ കണക്ക് പറയാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. 5,38,00,000 രൂപ വിവിധ വഴികളിലൂടെ വയനാട്ടിലെ മനുഷ്യരുടെ പുനരധിവാസത്തിനായി പിരിച്ചെടുത്തു എന്നാണ് KPCC പ്രസിഡന്റും AICC ജനറൽ സെക്രട്ടറിയും പറയുന്നത്. ഈ പണം ഭൂമി വാങ്ങാൻ പൂർണ്ണമായും വിനിയോഗിച്ചുവെന്ന്. എന്ന് വെച്ചാൽ പിരിഞ്ഞു കിട്ടിയ 5,38,00,000 കൂടുതൽ ഭൂമി വാങ്ങാൻ ചെലവാക്കേണ്ടി വന്നു എന്നാണ് ഇപ്പോൾ പാർട്ടി വിശദീകരിക്കുന്നത്. അവിടെ വീട് വെക്കാൻ ഇനി മറ്റു വഴികൾ തേടേണ്ടി വരും, ഇനി ഒരു പിരിവ് നടത്തുന്നില്ല എന്നും അവർ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ കണക്കിൽ നമുക്ക് ഒറ്റനോട്ടത്തിൽ തന്നെ ചില പൊരുത്തക്കേടുകൾ കാണാൻ കഴിയും, വേണമെങ്കിൽ ചില വിശ്വാസ്യതാ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ കഴിയും. ഈ കണക്കുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വെളിപ്പെടുത്താൻ ഇത്ര വൈകിയത്? എന്തുകൊണ്ടാണ് ഈ കിട്ടിയ പണം സമയബന്ധിതമായി ഉപയോഗിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് ഇപ്പോഴും വീട് വയ്ക്കുക എന്ന പ്രോസസ്സിലേക്ക് കടക്കാൻ കോൺഗ്രസിന് കഴിയാതിരിക്കുന്നത്? ഒപ്പം ഇന്ന് അവതരിപ്പിച്ച കണക്കിലുമുണ്ടോ പൊരുത്തക്കേടുകൾ? ഈ പ്രശ്നം കോൺഗ്രസിൻ്റെ വിശ്വാസ്യതയെ ബാധിക്കാൻ പോകുന്ന ഒരു പ്രശ്നമായിരിക്കുമോ? കോൺഗ്രസ് എല്ലായ്പ്പോഴും കാത്തു സൂക്ഷിക്കുന്ന അവരുടെ സഹജമായ അൺപ്രൊഫഷണലിസം, ആവേശക്കുറവ് എന്ന് പറയുന്ന സംഗതി ഈ വയനാട്ടിലെ കാര്യത്തിലും അവർ പ്രകടിപ്പിച്ചോ? കോൺഗ്രസിൽ നിന്ന് ജനങ്ങൾ ഇത്ര വലിയൊരു പരിപാടി ഏറ്റെടുത്ത് നടത്താൻ കഴിയാത്ത പാർട്ടി എന്ന ദുർബലത ആയി അടയാളപ്പെടുത്തുമോ ഈ സംഭവത്തെ? പല ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ട്. ഈ വിഷയം സംസാരിക്കുകയാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ. നമ്മളോടൊപ്പം ഈ ചർച്ചയിലുള്ളത് ശ്രീ VR അനൂപാണ് കോൺഗ്രസിൽ നിന്ന്, ശ്രീ M ജയചന്ദ്രൻ ഇടതു നിരീക്ഷകൻ, ശ്രീ ദാമോദർ പ്രസാദ് നിരീക്ഷകൻ എന്നിവരാണ് ഈ ചർച്ചയിലുള്ളത്. ആദ്യം ശ്രീ M ജയചന്ദ്രൻ, ഇന്നിപ്പോൾ കോൺഗ്രസ് വൈകിയാണെങ്കിലും ഒരു കണക്ക് പുറത്തുവിടുകയും അതുവഴി ചെലവായ തുകയുടെ വിശദാംശം അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഏതോ ഒരു പ്രചാരണ നോട്ടീസിൻ്റെ പുറകിൽ എഴുതിക്കൊണ്ടുവന്ന 3 വരി നോക്കിയാണ് KPCC പ്രസിഡന്റ് വായിക്കുന്നതെങ്കിലും ആ ദൃശ്യത്തിലെ ആധികാരികത ഒന്നുമില്ലല്ലോ. അദ്ദേഹം പറയുന്നതിൽ ആധികാരികത നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കോൺഗ്രസിനെ പോലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷൻ KPCC പ്രസിഡന്റ് കണക്ക് അവതരിപ്പിക്കുമ്പോൾ സാമാന്യഗതിയിൽ അത് അംഗീകരിച്ച് പോവുകയാണല്ലോ ചെയ്യേണ്ടത്. അത് മറ്റു തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കേണ്ടതുമില്ല എന്നുള്ളതാണ് പൊതുവായിട്ട് വരുന്നൊരു സംഗതി. പക്ഷേ ഇപ്പം ഇന്ന് അവതരിപ്പിക്കപ്പെട്ട കണക്കിൽ ചില അവ്യക്തതകൾ കാണുന്നുണ്ട്. ആ അവ്യക്തതകൾ ഒന്ന് പറഞ്ഞു പോകുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു എനിക്ക്. അത് ഈ വിവിധ സ്രോതസ്സുകളിൽ നിന്നായി അക്കൗണ്ടിൽ കിട്ടിയതായി പറയുന്നത് 5,38,21,632 രൂപയാണല്ലോ. അതിൽ യൂത്ത് കോൺഗ്രസ് തന്നത് എന്ന് പറയുന്നത് 1,05,00,000 രൂപയാണ്. അതിൻ്റെ പുറമെ KPCCയുടെ തനത് ഫണ്ടിൽ നിന്ന് ലഭിച്ചത് 97,51,212 രൂപ. അപ്പോൾ ആകെ ആ കണക്ക് കൂട്ടുമ്പോൾ നമ്മൾ കാണുന്നത് 7,40,72,844 രൂപയാണ്. 7.40 കോടി രൂപ. ഇനി ചിലവിലേക്ക് വന്നാൽ 3 ഏക്കർ 24 സെൻറ്റിന് ചിലവ് 3,68,36,089 രൂപ. 2 ഏക്കർ 18 സെൻറ്റിന് 2,50,30,272 രൂപ. ആപ്പുണ്ടാക്കാനായി 9,30,000 ചിലവ്. ആകെ ചിലവാകുന്നത് അപ്പോൾ 6,27,96,361 രൂപ എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ കണക്കിൽ തന്നെ ബാലൻസായി വരേണ്ടത് 1,12,76,483 രൂപയുണ്ട്. അത് ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ അദ്ദേഹം KPCC പ്രസിഡന്റ് പറയുന്നത് രജിസ്ട്രേഷനും മറ്റുമായി 77 ലക്ഷം രൂപ ഇനിയും വേണ്ടി വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തുക എവിടെ പോയി എന്നുള്ളൊരു ന്യായമായ സംശയമാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് വെട്ടിപ്പ് എന്നൊന്നും പറയാനേ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. അങ്ങനെ KPCC ഫണ്ട് പിരിവ് നടത്തി വെട്ടിച്ചു എന്നുള്ള ഒരാക്ഷേപവും എനിക്കില്ല. ഈ ഒരു അവ്യക്തത ഇതിൻ്റെ അകത്ത് വന്നത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഈ കണക്ക് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള കണക്ക് തന്നെയാണല്ലോ എൻ്റെ കയ്യിലുമുള്ളത്, നമ്മുടെ എല്ലാവരുടെയിലുള്ള ആ കണക്ക് തന്നെയാണ്. അത് വെച്ച് കൂട്ടുമ്പോൾ ഈ തരത്തിലുള്ള അവ്യക്തത വരുന്നുണ്ട്. അതിന് ഈ കോൺഗ്രസിൻ്റെ വക്താക്കൾ അല്ലെങ്കിൽ പ്രതിനിധികൾ പറയുന്നത് ഇത് ഇങ്ങനെ ഒരു ചാരിറ്റി പോലെ ചെയ്യുന്ന ഒരു നടപടിയെ എന്തിനാണ് ഈ തരത്തിൽ എതിർക്കാൻ വരുന്നത്? ഞാൻ എതിർക്കുകയല്ല, എന്നെ സംബന്ധിച്ചോളം എതിർപ്പിൻ്റെ സ്വരവും ഇക്കാര്യത്തിലില്ല. ഞാൻ അതിൻ്റെ അകത്ത് കിട്ടിയ കണക്കിൽ എനിക്കുണ്ടായൊരു സംശയം ഞാൻ ഇപ്പം താങ്കളിങ്ങനെ ചോദിച്ചതുകൊണ്ട് മുമ്പോട്ട് വെക്കുന്നു എന്ന് മാത്രമാണ്. അതാണ് ചെയ്യാൻ എനിക്ക് കഴിയുന്ന കാര്യം.
പിന്നെ CPM-ന്റെ ഈ പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ടൊക്കെയാണ് ഇവർ പ്രധാനമായിട്ടും പല ചർച്ചകളിൽ ഉന്നയിച്ച് പോരുന്ന ഒരു സ്ഥിതി, ഇതിനെ താരതമ്യപ്പെടുത്താൻ വേണ്ടി. അതുമായി ബന്ധപ്പെട്ട് എനിക്കറിയാവുന്ന ഒരു കാര്യം പറയാൻ കഴിയുന്നത്, ഇപ്പോൾ ധനരാജ് ഫണ്ട് അത് പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ച പണമല്ല, അത് പാർട്ടി അംഗങ്ങളിൽ നിന്ന് മാത്രം പിരിച്ച പണമാണ്. അത് പാർട്ടി ഫോറങ്ങളിലാണ് അവർക്കത് വ്യക്തമാക്കേണ്ടത്. അത് സംബന്ധിച്ച് ആർക്കെങ്കിലും ഇതുവരെ തർക്കമുണ്ടായിട്ട് എൻ്റെ അറിവിലില്ല. അതുപോലെ തന്നെ CPM അതുപോലെ പിരിക്കുന്ന മറ്റെല്ലാ ഫണ്ടുകളും ആ സ്വഭാവത്തിലുള്ളതാണെന്നും അത്തരത്തിലുള്ള കണക്കുകൾ അവർ അവരുടേതായ ഫോറങ്ങളിലാണ് അവതരിപ്പിക്കാറാണ് പതിവെന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലാതെ ഇപ്പോൾ KPCC പ്രസിഡന്റ് ചെയ്തതുപോലെ പരസ്യമായ ഒരു കണക്ക് അവതരിപ്പിക്കുന്ന രീതി അവരിതുവരെ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ രക്തസാക്ഷി ഫണ്ട് പിരിവിനൊക്കെ അവരും അതുപോലെ ചെയ്തതായിട്ടും കണ്ടിട്ടില്ല. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള കാര്യം. ഏതായാലും ഇതിൻ്റെ അകത്ത് കോൺഗ്രസ് ചെയ്തത് നല്ല കാര്യമാണ് ഇപ്പോഴെങ്കിലും ഈ കണക്ക് പുറത്തു വിട്ടത്. കാരണം ഇലക്ഷനിൽ പ്രധാനമായി വന്ന് മുഴച്ചു നിന്നൊരു കാര്യം ഇതായിരുന്നല്ലോ, എവിടെ കണക്കെന്നുള്ളതായിരുന്നു മുഴച്ചു നിന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ KPCC പ്രസിഡന്റ് തയ്യാറായത് സ്വാഗതാർഹം തന്നെയാണ്. ഒരു തർക്കവും ഇല്ല ഇതിനകത്ത്. ഞാൻ ഈ കണക്കിലെ ഒരു അവ്യക്തത അല്ലെങ്കിൽ അപാകത ഇപ്പോഴും ഉണ്ടെന്നാണ് ദാമോദർ പ്രസാദ്. ഈ ഒന്നാമത്തെ കാര്യം, ഇത് ഒരു കേരളത്തെ ആകെ ഇമോഷണലി ബാധിച്ച ഒരു വിഷയത്തിനകത്ത് എന്തുമാത്രം പ്രതിജ്ഞാബദ്ധതയോടെ ഓരോ കക്ഷികളും ഇടപെടുന്നു എന്ന ആളുകൾ നോക്കുന്നുണ്ടാവുമല്ലോ. അതിൽ CPIM-ഉം അല്ലെങ്കിൽ ലെഫ്റ്റ് കക്ഷികൾ, DYFI മറ്റുള്ളവർ, സർക്കാർ, മുസ്ലിം ലീഗ്, ഇവരൊക്കെ ഈ പ്രശ്നത്തിൻ്റെ ഒരു ആഴം അതെങ്ങനെയാണ് കേരളത്തെ ആകമാനം സ്വാധീനിച്ചത് എന്ന് മനസ്സിലാക്കി വേഗത്തിൽ ഇടപെട്ടു. കോൺഗ്രസ് അപ്പോഴും എല്ലാ വിഷയത്തിലും എന്നതുപോലെ അതിൻ്റെ ഒരു ആജന്മ സ്വഭാവം ഉണ്ടല്ലോ, അതിലെ അങ്ങനെ പോയി അതിൻ്റെ വില കൊടുക്കുകയാണ് ഇപ്പോൾ എന്ന് തോന്നുന്നുണ്ടോ? അത് തന്നെയാണ് വളരെ കൃത്യമാണ് നിഷാദ് പറഞ്ഞതിൻ്റെ കാര്യം. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ നമ്മുടെ രാഷ്ട്രീയ ഇപ്പോൾ ഇലക്ഷൻ്റെ സമയം അടുത്ത സമയത്ത് ഏതാനും ദിവസങ്ങൾ മാത്രം വോട്ട് ചെയ്യുന്ന സമയത്താണ് KPCC പ്രസിഡന്റ് ഈ എന്തൊരു പാംഫ്ലെറ്റിൻ്റെ പിന്നിൽ എഴുതി കൊണ്ടുവന്ന കണക്ക് ജനങ്ങളെ ബോധിപ്പിക്കാൻ ഒരു അവസരമായിട്ട് കണ്ടത്. ഈ വിഷയം ചർച്ച ചെയ്യത്തിലുണ്ടായിരുന്നു. ഇത്രയും ദിവസങ്ങൾ ഈ വിഷയം ചർച്ചയ്ക്ക് മുമ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഇലക്ഷൻ നടന്നില്ലായിരുന്നു, ഈ വിഷയം ചർച്ച ചെയ്യാനും പോകുന്നില്ല. അപ്പോൾ ഈ ഒരു തരത്തിൽ പബ്ലിക് അക്കൗണ്ടബിലിറ്റിക്ക് വിധേയമല്ലാത്ത പ്രശ്നം അത് കോൺഗ്രസിന് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ പൊതുവെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ RTI ഗവൺമെൻറ് സ്ഥാപനത്തിൽ മുഴുവൻ അവർ പറയും ഇത് പബ്ലിക് ബോഡീസ് തന്നെയാണ് രാഷ്ട്രീയ കാര്യം. നേരിട്ട് ഗവൺമെൻറ്റിലേക്ക് അധികാരത്തിൽ വരികയും പബ്ലിക് ഫണ്ട് വേറെ സ്വരൂപിക്കുകയും ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് പുള്ളിയുടെ പറയുന്നത് ജനങ്ങളെന്ന്. അപ്പോൾ ഇവരൊരു തരത്തിലും ഇവരുടെ മിനിറ്റ്സോ സാമ്പത്തിക ഇടപാടുകളോ, ഞാൻ പറഞ്ഞ ഇവരുടെ കോർ കമ്മിറ്റി ഡിസിഷൻസ് വല്ല പൊളിറ്റിക്കൽ ഡിസിഷൻസ് ജനങ്ങൾ അറിയിക്കണം, ഇന്ത്യനിലായിക്കോട്ടെ. പക്ഷേ ഇത്തരം കാര്യങ്ങൾ അറിയിക്കാനുള്ള ഒരു മെക്കാനിസം വേണ്ടേ? അത്രയും കാര്യത്തിൽ RTI ഒരു കാരണവശാലും അത് രാഷ്ട്രീയ പാർട്ടിയിൽ പോകും. ഈ കാര്യത്തിൽ ഇടത് വലത് തീവ്ര ഇടതും തീവ്ര വലതൊക്കെ ഒന്നാണ്. നിങ്ങൾ നോക്കിയാൽ ഒരു വ്യത്യാസമില്ല. അവർ പൗരസമൂഹത്തിന് ഒരു തരത്തിൽ അക്കൗണ്ടബിൾ അല്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾ, അത് കോൺഗ്രസ് ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, CPI ആയിക്കോട്ടെ, ഈ മാവോയിസ്റ്റുകളായിക്കോട്ടെ, തീവ്ര വലതായിട്ടുള്ള BJP ആയിക്കോട്ടെ, അവർ ഒരിക്കലും അക്കൗണ്ടബിൾ അല്ല. അപ്പോൾ ഇത്തരം അക്കൗണ്ടബിലിറ്റി ഇല്ലാതിരിക്കുന്നതിനാണ് ഇവരെ സംബന്ധിച്ചുള്ള ഈ ഫണ്ട് വിനിയോഗിക്കാനും ഫണ്ട് തിരിമറി നടത്താനും ഇവരുടെ ആവശ്യങ്ങൾ ഉപയോഗിക്കാനും അത് ഏതൊക്കെ രീതിയിലും ഒരിക്കലും അറിയാൻ പോകുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രവണത പൊതുവിൽ നിലനിൽക്കുന്നുണ്ട്. ആ പ്രവണതയുടെ ഒരു ഇതാണ് ഒരു ലക്ഷണമാണ് ഇപ്പോൾ നമ്മൾ കണ്ട ഈ വൈകിവേളയിൽ. നമ്മൾ വിശ്വസിക്കണോ എന്നുള്ളതല്ല പ്രശ്നം. ഈ കണക്കിനെ കുറിച്ച് ഈ കണക്ക് വൈകിവേളയിൽ അവതരിപ്പിക്കാനുള്ള ഒരു ഗതികെട്ട സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളത് ആ പ്രസ്ഥാന സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഇതാണ്. അവർ തീർച്ചയായിട്ടും പറയുന്നത് ഈ രക്തസാക്ഷി ഫണ്ടിനെ കുറിച്ചൊരു വിമർശനം നിലനിൽക്കുന്നുണ്ട്. അത് ഞാൻ നമ്മുടെ MJ സാറ് പറഞ്ഞ് വ്യത്യസ്തമായിട്ടുണ്ട്. കാരണം രക്തസാക്ഷി ഫണ്ടിൻ്റെ കാര്യം അങ്ങനെയല്ല. അതിനകത്ത് പാർട്ടിക്കകത്തുനിന്ന് അത് ഓഡിറ്റ് ചെയ്ത ഒരു പാർട്ടി നേതാവ് തന്നെയാണ് ആ വിമർശനം ഉന്നയിച്ചത്. പൊതുസമൂഹത്തിൽ വന്നല്ല. അത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി ഉന്നയിച്ചതല്ല രക്തസാക്ഷി ഫണ്ടിനെ കുറിച്ച്. ആർക്കും അറിയില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് നടന്ന വെട്ടിപ്പിനെക്കുറിച്ച്, അതിനകത്തൊരു MLA നടത്തിയ വെട്ടിപ്പിനെക്കുറിച്ച്, ആ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വകാര്യ അക്കൗണ്ടിൽ ഫണ്ട് ട്രാൻസ്ഫറിനെ കുറിച്ച് അതിൻ്റെ അകത്തുനിന്നാണ് വിമർശനം. അപ്പോൾ ഇത് രണ്ടാണ്. ഇവിടെ വയനാടിനെ സംബന്ധിച്ച പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളെല്ലാവരെയും ആഴത്തിൽ ബാധിച്ച ഇതിനോടൊക്കെ നമ്മൾ ഐക്യപ്പെടുകയും നമ്മളെല്ലാം പ്രതിജ്ഞാബദ്ധരായ വിഷയത്തെക്കുറിച്ച് കോൺഗ്രസ് നിരുത്തരാജമായ സമീപനം സ്വീകരിച്ചു എന്ന തെളിവാണ് ഈ വൈകിയ വേളയിൽ നിർബന്ധ സാഹചര്യത്തിലാണുള്ളത് പുറത്തുവിടുന്നത്. അത് തെറ്റാണ്. പക്ഷേ രണ്ടും താരതമ്യം ചെയ്യരുത്. രക്തസാക്ഷി ഫണ്ട് തികച്ചും വ്യത്യസ്തമായ കാര്യമാണ്. ആ വ്യത്യസ്തമായ കാര്യം എന്ന് പറഞ്ഞാൽ അത് പാർട്ടിക്കകത്ത് നടന്ന ഗുരുതരമായ ക്രമക്കേട് എന്ന് വെച്ചാൽ രക്തസാക്ഷി ഫണ്ട് പോലെ വളരെ പ്രധാനപ്പെട്ട ഫണ്ടിന് ഈ പബ്ലിക്കാണ് ജനങ്ങളുടെ അടുത്ത് നിന്ന് പിരിച്ചില്ല എന്നൊക്കെ പറയുന്നൊക്കെ ചില അതിൻ്റെയൊക്കെ ന്യൂവാൻസസ് പോയി കഴിഞ്ഞാൽ ഈ സർവീസ് സംഘടനകളെന്നൊക്കെ സർവീസ് സംഘടനയിൽപ്പെട്ട ബഹുജന സംഘടന ആൾക്കാരെന്നൊക്കെ പിരിക്കുന്നുണ്ട്. അവർ പൂർണ്ണമായും പാർട്ടി മെമ്പർമാരൊന്നല്ല, അതിൽ നിന്നൊക്കെ പിരിക്കുന്നുണ്ട്. അപ്പോൾ ആ അക്കൗണ്ടുകളുടെ അവർ KK രാഗേഷ് ഇടക്കാലത്ത് ഏത് സമ്മേളനത്തിൽ വിശദീകരിക്കാൻ ശ്രമിച്ചല്ലോ, ഈ കണക്കിനെക്കുറിച്ച് വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കാണിക്കുന്ന രണ്ട് തരം സ്വഭാവം കാണിക്കുന്ന ഇവർ ഒന്നിനും തയ്യാറല്ല. ഈ ഒരു പബ്ലിക് അക്കൗണ്ടബിലിറ്റി ഞങ്ങൾ തയ്യാറല്ലെന്ന്, ഈ ഫണ്ട് ഞങ്ങൾ എങ്ങനെയും കളക്ട് ചെയ്യും, ഞങ്ങൾ എങ്ങനെയും വിനിയോഗിക്കും എന്ന് ഗതികെട്ട സാഹചര്യം. ഒരു പക്ഷേ ഇത് നിഷാദ് ചോദിച്ച കാര്യമാണ് നേരത്തെ. ഇന്നൊരു സാഹചര്യം ഇല്ലായിരുന്നെങ്കിൽ ഇത് വിശദീകരിക്കുമായിരുന്നു.
ഇത് അന്വേഷിച്ച് അങ്ങനെ അക്കൗണ്ടിൻ്റെ കാര്യം പറയായിരുന്നു, ഇത്രയും പൈസ അപ്പോൾ പറയില്ല. അപ്പോൾ അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുന്നതിന് കാരണം ഇവർ ഈ ഇത്തരം ഒരു അക്കൗണ്ടബിലിറ്റിക്ക് വിധേയമല്ല. ആ പ്രശ്നം ഗൗരവമായി കാണാൻ ദാമോദർ പ്രസാദ്, അതിനകത്ത് കോൺഗ്രസിന്റെ ഒരു കേപ്പബിലിറ്റി ഇഷ്യൂ ഇതിൽ പ്രധാനമാണോ? ഇപ്പം CPM-നെയും DYFI-യും പോലുള്ള സംഘടനകൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനൊക്കെ എടുത്താൽ അതിന് ഒരു തരത്തിലുള്ള കേഡർ സ്വഭാവമുണ്ട്, കുറച്ചൊരു പ്രൊഫഷണൽ ടച്ച് ഉണ്ട്. അപ്പോൾ അവർക്ക് വലിയ പദ്ധതികൾ ഏറ്റെടുക്കാൻ, പണം പിരിക്കാൻ, അത് പ്രതിബദ്ധതയോടെ ചെയ്യാൻ കഴിയുന്ന ഒരു ടീം, ഒരു പാർട്ടി സംവിധാനം അവർക്ക് കഴിയും. അവരിതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. പക്ഷേ വയനാട് ദുരന്തം നമ്മുടെ മുമ്പിലെ ഒരു സമാനതകളില്ലാത്ത ദുരന്തമായിരുന്നു. അതിനോട് നമുക്ക് ലാർജ് സ്കെയിലിൽ പ്രതികരിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ലാർജ് സ്കെയിൽ പ്രോജക്റ്റ്, ഒരു മാസീവായിട്ടുള്ള ഫണ്ട് പിരിവ്, അതിൽ നിന്ന് കിട്ടുന്ന കോടിക്കണക്കിന് രൂപ, അതിൻ്റെ ശരിയാമണ്ണുള്ള വിനിയോഗം, അതൊന്നും കഴിയാത്തവണ്ണം അൺപ്രൊഫഷണലായ ഒരു സെറ്റപ്പ് സത്യത്തിൽ കോൺഗ്രസിനുണ്ടല്ലോ. ഇപ്പോൾ കോൺഗ്രസ് അതിൻ്റെ ഒരു പാർട്ടി എന്ന നിലയ്ക്ക് അതിൻ്റെ മീറ്റിങ്ങുകൾ പ്രോപ്പറായി ചേരുന്നുണ്ടോ? അല്ലെങ്കിൽ അതിൻ്റെ സംഘടനാ സംവിധാനം, അല്ലെങ്കിൽ അതിൻ്റെ കോൺഗ്രസിൻ്റെ ഒരു മീഡിയ ഹൗസുകൾ, ഇവിടെ എല്ലാം പ്രവർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ. സോ ആ പ്രശ്നം ഇത്തരം വലിയ സംഗതികൾ ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുകയാണോ? അതിനെക്കൊണ്ട് കഴിയുന്നില്ല അതെന്നുള്ള ഒരു നിസ്സഹായത ഉണ്ടോ ചോദിക്കുകയാണ് സിദ്ധാമൂർ. അതിന് സാധ്യത നിലനിൽക്കുന്നുണ്ടല്ലോ. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു പഴയ പാരമ്പര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ദേശീയ ജനങ്ങളിൽ നിന്ന് പൈസ കളക്ട് ചെയ്ത് പല ആവശ്യങ്ങൾക്ക് വേണ്ടി സംസ്ഥാനവുമായി ബന്ധപ്പെട്ട പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ദീർഘചരിത്രമുണ്ട്. ജനങ്ങളെ നേരിട്ട് പോയി ഫണ്ട് കളക്ട് ചെയ്ത് അത് ഉപയോഗിക്കപ്പെട്ട ചരിത്രവും അങ്ങനെ അത് പല ഘട്ടങ്ങളിലും യുദ്ധവിരുദ്ധ ഫണ്ടൊക്കെ വന്നിട്ട് പല ഘട്ടങ്ങളിലും ഫണ്ട് വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കേരളത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഈ സംഘടനാ സംവിധാനം അവർക്ക് പ്രോപ്പർ ഇല്ല എന്നൊക്കെ പറയുന്ന സമയത്ത്, അത് കേഡർ സ്വഭാവം പറയുമ്പോഴും ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തല്ലോ. ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും പിരിക്കുകയും ചെയ്തു. അപ്പോൾ പിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അത് എങ്ങനെ വിനിയോഗിക്കാൻ അവർക്ക് അതിൻ്റെ ഒരു പരിമിതികളുണ്ടെങ്കിലും ഇതൊരു പൊളിറ്റിക്കൽ ബോഡിയല്ലേ, ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ അല്ലേ. അവരെ സംബന്ധിച്ചാൽ നാളെ ഇലക്ഷന് പോവുകയും ജനങ്ങളുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഈ പിരിവിനെക്കുറിച്ച് പറയാൻ ബാധ്യതയില്ല എന്നുള്ളത് എങ്ങനെയാണ് അവർക്ക് വിസ്മരിക്കാൻ സാധിക്കുക? അപ്പോൾ അങ്ങനത്തെ ഒരു മാപ്പ്, ഒരു തരത്തിലും ഒരു എപ്പോളജി അവർക്ക് പറയാൻ പറ്റില്ല. കാര്യം സംഘടനാ സംവിധാനത്തിൻ്റെ ദുർബലത എന്ന് പറയാൻ പറ്റില്ല. കാര്യം അങ്ങനെ സംഘടനാ സംവിധാനം അവർക്കുണ്ടല്ലോ. അവർക്ക് ജംബോ കമ്മിറ്റികളുണ്ടല്ലോ, വലിയ ജംബോ കമ്മിറ്റികൾ KPCC ഉണ്ടല്ലോ. എന്നിട്ട് എന്താണ് അവർ ചെയ്യാത്തത്? ഞാനിത് വീണ്ടും പറയുന്ന സംബന്ധിച്ചോളം ഇത് തീർച്ചയായിട്ടും ഒരു ഗൗരവമായ വിഷയമാകും. നമ്മൾ നോക്കുന്ന കാഴ്ചപ്പാട് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഈ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഇവരുടെ പൊളിറ്റിക്സിൻ്റെ അകത്ത് നോക്കാതെ നമ്മൾ സിവിൽ സൊസൈറ്റിയുടെ അകത്ത് നോക്കുകയാണെങ്കിൽ ഈ വിഷയം ഗൗരവമായി മാറുന്നത് ഇവർ അക്കൗണ്ടബിലിറ്റിക്ക് ഇത് പലതരത്തിലുണ്ട്. നമ്മുടെ ഇലക്ട്രൽ ബോണ്ട് ഒരു വിഷയം എടുക്കുക, ഇതൊക്കെ പലതരത്തിൽ. ഈ ഫണ്ട് മാത്രമല്ല നമ്മൾ നോക്കുക. ഇതിപ്പോൾ തീർച്ചയായിട്ടും ഈ ഫണ്ട് ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി കളക്ട് ചെയ്തു. നമ്മളെ സംബന്ധിച്ചുള്ള ഗൗരവമായ വിഷയമാണ്. നമ്മൾക്ക് കേരളത്തിൽ നമ്മളെല്ലാം മാനസിക ഐക്യപ്പെട്ട വിഷയമാണ്. എല്ലാവരും അവരുടേതായ സംഭാവന കൊടുത്ത വിഷയമാണ്. സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നമ്മളെല്ലാവരും നല്ലൊരു തുക നമ്മളെല്ലാവരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വിഷയത്തിൽ നമുക്ക് ഒരു മലയാളികൾക്കെല്ലാം വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണല്ലോ കേന്ദ്ര ഗവൺമെൻറ് വയനാട് ദുരിതാശ്വാസത്തിന് വയനാടിൻ്റെ പ്രശ്നം ഫണ്ട് എന്നതിനെക്കുറിച്ച് നമുക്ക് ശക്തമായ വിയോജിപ്പ് ഓരോ മലയാളിയുടെ ഉള്ളിലുള്ളതിന് കാരണം അതുകൊണ്ടാണ്. അത് നമ്മൾ വയനാട് ജീവിക്കണമെന്നില്ല. നമ്മൾ ആ വിഷയം നമ്മുടെ സ്വന്തം ആൾക്കാരാണ് അവിടെ വലിയ പ്രകൃതിദുരന്തത്തിന് വിധേയമായെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ പ്രധാന കാര്യം, ഇതിനോടൊപ്പം നമ്മൾ കാണേണ്ട കാര്യം, ഇത് ഇലക്ട്രൽ ഫണ്ട് ഇതാക്കുന്നത് ഇലക്ട്രൽ ഫണ്ടിൻ്റെ കാര്യത്തിലും ഇത് എങ്ങനെ മൂടി വയ്ക്കാനുള്ള ശ്രമമാണ്. എങ്ങനെയാണ് ഈ ഇലക്ട്രൽ ബോണ്ട് ഫണ്ട് കളക്ട് ചെയ്യുന്നത്? എങ്ങനെ പുറത്ത് പറയാതിരിക്കാം? എങ്ങനെയാണ് വിശദാംശങ്ങൾ കൊടുക്കുക? ആരൊക്കെ ഫണ്ട് നൽകി? എങ്ങനെയാണ് ഫണ്ട് വിനിയോഗിക്കപ്പെട്ടത്? ഇതിൽ ചിലപ്പോൾ CPM ഒരു പക്ഷേ പറയാനൊരു ന്യായം ഉണ്ടായിരിക്കാം. പക്ഷേ താരതമ്യേന ചെറിയൊരു പാർട്ടിയിലെ കേരളത്തിനകത്ത് പ്രവർത്തിക്കുന്ന പാർട്ടിക്കാരും ഒരു പക്ഷേ അതിൻ്റെ വിസ്തൃതിയുടെ ഒരു വിസ്തൃതി താരതമ്യേന കുറവായതുകൊണ്ട് ചില സൗകര്യങ്ങൾ അതിനുണ്ട്. പക്ഷേ ഈ വലിയ പാർട്ടികളായ കോൺഗ്രസും BJP കാര്യത്തിൽ പല കാര്യങ്ങളിലും ഈ ഫണ്ട് വിനിയോഗത്തെക്കുറിച്ച് അവർക്ക് വളരെ ഒരു തെറ്റായ നിലപാടുണ്ട്. ഇതൊന്നും പബ്ലിക്കലി അറിയിക്കേണ്ട ആവശ്യമില്ലെന്നും ഈ ഫണ്ട് എങ്ങനെയാണ്. അപ്പോൾ ഇത് പലതരത്തിൽ ഈ ഫണ്ട് മാനേജ്മെൻറ്റ് ഫണ്ട് കളക്ഷൻ ബന്ധപ്പെട്ട് ഈ പ്രശ്നം നിൽക്കുന്നത് ഈ പാർട്ടികൾ അക്കൗണ്ടബിലിറ്റിക്ക് വിധേയമല്ല. ആ നിലയിൽ ഇത്തരം അക്കൗണ്ട് വിധേയമെന്ന ഒരു ലെജിസ്ലേഷൻ തന്നെ നമ്മൾ ആലോചിക്കേണ്ടത്. പക്ഷേ പൊതുവിടത്തിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പൈസയെക്കുറിച്ച് അക്കൗണ്ടബിൾ ആയിരിക്കണം. ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ കഴിയുന്ന തരത്തിൽ സുതാര്യതയും ഉറപ്പും അതിൽ ഉണ്ടാവണമെന്ന കാര്യത്തിൽ തർക്കമില്ല. കോൺഗ്രസ് അത് ഇപ്പോഴും ഇല്ല എന്നതാണ്. ശരി, VR അനൂപ് കൂടിയാണ്. അപ്പോൾ VR അനൂപ്, ഈ നിങ്ങൾക്ക് വൃത്തിയും മെനയുമുള്ള ഒരു കണക്ക്, ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കണക്ക്, ക്വസ്റ്റ്യൻസ് ഇല്ലാത്ത ഒരു കണക്ക് അവതരിപ്പിക്കാൻ കഴിയില്ലാത്ത വിധം കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് നിങ്ങളുടെ ഏർപ്പാട് എന്നതുകൊണ്ടാണോ നിങ്ങൾ ഇത്ര വൈകിച്ചത്? അതുകൊണ്ടാണോ ഈ അവസാന നിമിഷത്തിൽ നിങ്ങൾ കണക്കൊക്കെ പറയുന്നത്? പക്ഷേ അതിലും മൊത്തത്തിൽ കുഴപ്പമാണ്. സോ ഏത് ആളുകളുടെ കയ്യിൽ നിന്ന് 5-6 കോടി രൂപ പിരിച്ചെടുത്തിട്ട് അത് തോന്നിയപടി കൈകാര്യം ചെയ്തു, എന്നിട്ട് നിങ്ങൾക്ക് അത് വിശദീകരിക്കാൻ പറ്റുന്നില്ല എന്നൊരു കുരുക്കിലാണോ സത്യത്തിൽ കോൺഗ്രസ് ഉള്ളത്? ഒരു കുഴപ്പമില്ല നിഷാദെ. CPM പ്രതിനിധി ചർച്ചയില്ലാത്തതുകൊണ്ട് നിഷാദ റോള് ഏറ്റെടുക്കണ്ട. ഇവിടെ കൃത്യമായി മുൻവിധിയോടുകൂടി അതിനെ സമീപിക്കേണ്ടതേ. ഞങ്ങളതിന് ഉത്തരം പറയാം. ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ചയായി ഈ തെരഞ്ഞെടുപ്പ് വന്ന ഏത് ചർച്ചയായാലും, എൻ്റെ ഒരു അനുഭവം, ഏത് ചാനലിലായാലും എന്തെങ്കിലും കാര്യം ഉന്നയിച്ചാൽ CPM-ൻ്റെ പ്രതിനിധി ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് വയനാട് ഫണ്ട് എവിടെ എന്നുള്ളതാണ്. ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ്റെ വർഗീയ വിദ്വേഷ പരാമർശത്തെക്കുറിച്ച് ചോദിച്ചാലും പറയും ഈ പറയുന്ന വയനാട് ഫണ്ട് എവിടെ. പക്ഷേ എന്താ ഗുണപരമായൊരു മാറ്റം, 2 ദിവസമായിട്ട് ഈ ചോദ്യമില്ല. ഇന്നും
നമ്മൾ അങ്ങോട്ട് പറഞ്ഞാൽ ഈ ചോദ്യമില്ല. ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇതിനകത്ത് മാധ്യമങ്ങളടക്കം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ഗവൺമെൻറ് ചെയ്യേണ്ട ഭരണനിർവഹണപരമായ ബാധ്യതയും ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന ചാരിറ്റി പ്രവർത്തനവും രണ്ടായി കാണണം. രണ്ടിനെയും ഒരേ അളവിൽ ഒരേ തുലാസിൽ തൂക്കരുതെന്നേ. ഇവിടെ ഇപ്പോഴും ഈ പറയുന്ന ഗവൺമെൻറ് ചെയ്ത വീടുകൾ വാസയോഗ്യമല്ല. മറ്റേത് തീർച്ചയായും കോൺഗ്രസ് പിരിച്ചതാണ്, കോൺഗ്രസ് അതിൻ്റെ കണക്ക് പറയാൻ ബാധ്യസ്ഥമാണ്. ഞങ്ങൾ പിരിച്ചതിൻ്റെ കണക്ക് പറഞ്ഞിട്ടുണ്ട് നിഷാദെ. ഇവിടെ CPM ഇപ്പോഴും കൊടുത്തതിൻ്റെ കണക്ക് പറയുന്നത്. ഇത്തരം ഒരു പിരിവ് നടന്നതിനെ കുറിച്ച് പോലും ഒരു ചർച്ചയിൽ രാജു പി നായർ ഉന്നയിക്കുന്നത് വരെ പൊതുസമൂഹത്തിന് മുന്നിൽ വ്യക്തമായിരുന്നില്ലല്ലോ. രാജു പി നായർ അത് ഉന്നയിക്കുന്നു, ഉടനെ തന്നെ CPM കണക്ക് പറഞ്ഞു എന്ന് പറഞ്ഞ് CPM-ന്റെ സൈബർ ഹാൻഡിലുകളുടെ കണക്ക് എന്ന് പറഞ്ഞ് കൈയടിക്കുന്നു. കൊടുത്തതിന്റെ കണക്കല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, CPM പിരിച്ചതിന്റെ കണക്കാ. ഒരു തരത്തിൽ പറഞ്ഞാൽ വയനാട് ഫണ്ടിനെ കുറിച്ച് CPM അത്തരം ഒരു ചർച്ച ഉന്നയിച്ചത് വളരെ നന്നായി എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അത് വീണ്ടും കേരളീയ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾ CPM-നോട് കണക്ക് ചോദിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഇത് പൊതുവിടത്തിൽ നിന്ന് പിരിച്ച പൈസയാണ്. വയനാട്ടിൽ ഞങ്ങൾ വീട് വെച്ച് കൊടുക്കാൻ പോകുന്നു, ഞങ്ങൾക്ക് പൈസ തരണമെന്ന് പറഞ്ഞ് പൊതുസമൂഹത്തിൽ ഇറങ്ങി പിരിച്ച പൈസയാണ്. ആ പൈസയുടെ കണക്ക് ചോദിക്കാൻ ആളുകൾക്ക് റൈറ്റ് ഉണ്ടല്ലോ. അങ്ങനെ അക്കൗണ്ടബിൾ ആയ ഒരു പാർട്ടിക്ക് ആ പൈസ വിശദീകരിക്കേണ്ട ബാധ്യതയുണ്ട്. ഇന്ന് നിങ്ങൾ പറഞ്ഞ കണക്കിൽ ആകപ്പാടെ കുഴപ്പമാണെന്ന് എന്റെ പോയിന്റ്. ഞാനത് സമർത്ഥിക്കാൻ താങ്കൾ സമ്മതിക്കുമെങ്കിൽ. എന്റെ പോയിന്റ് നിങ്ങൾ ഇന്ന് അവതരിപ്പിച്ച കണക്കിലും ഉണ്ട് കുഴപ്പമെന്നാണ്. KPCC പ്രസിഡന്റ് അല്ല ഞാൻ ചോദിക്കുന്നത്, KPCC പ്രസിഡന്റ് എന്ന് പറയാണ് ഞങ്ങൾക്ക് ആകെ 5 കോടി അല്ല KPCC പ്രസിഡന്റ് പറയാണ് ഞങ്ങൾക്ക് 5,38 ലക്ഷം രൂപയാണ് പിരിച്ചു കിട്ടിയത് എന്ന് അദ്ദേഹം പറയുന്നു. അതിൽ ആദ്യത്തെ സ്ഥലം വാങ്ങിക്കാൻ 3.68 കോടി, രണ്ടാമത്തെ സ്ഥലം വാങ്ങിക്കാൻ 2.5 കോടി. ഇത് രണ്ടും കണക്ക് കൂട്ടിയാലും പിന്നെയും 18 ലക്ഷം ബാക്കിയുണ്ട്. കിട്ടിയ പൈസ വെച്ച് ഭൂമി രണ്ടും വാങ്ങിച്ചാലും 18 ലക്ഷം ബാക്കിയുണ്ട്. എന്നിട്ട് അല്ല ഞാൻ എന്റെ പൂർത്തിയായില്ല, താങ്കൾ പറഞ്ഞോളൂ. അദ്ദേഹം പിന്നെ പറയാണ് KPCC-യുടെ തനത് ഫണ്ടിൽ നിന്ന് 97 ലക്ഷം ചെലവാക്കി എന്ന് അദ്ദേഹം പറയുന്നു. ഇനിയും ഞങ്ങൾക്ക് വേറെ പൈസ കണ്ടെത്തണം, രജിസ്ട്രേഷനും വീട് വെക്കാനെന്ന്. എൻ്റെ ചോദ്യം ഇതാണ്, കിട്ടിയ പൈസ വെച്ച് സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷവും 18 ലക്ഷം ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ ഈ KPCC-യുടെ തനത് ഫണ്ടിൽ നിന്നെടുത്ത് 97 ലക്ഷം ചെലവാക്കിയത് എന്തിനാണ്? അവിടെയാണ് നിഷാദിന്റെ തെറ്റിദ്ധാരണ. KPCC അധ്യക്ഷൻ പറഞ്ഞ 5 കോടി ഇത്ര ലക്ഷം എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസ് കൊടുത്ത പണം ഉൾപ്പെടെ ഇൻക്ലൂഡിങ് ദാറ്റ് എമൗണ്ടാ. അല്ലാതെ ഈ പറയുന്ന അത് വെച്ച് പരിശോധിച്ചാൽ അങ്ങേക്ക് കാര്യം മനസ്സിലാവും. ഒരു ചർച്ചയുടെ കണക്ക് കൃത്യമാണോ? KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറയുന്ന പ്രകാരം ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് കൊടുത്ത് അടക്കം 5,38 ലക്ഷം രൂപ കൈ കിട്ടി. ആ 5,38 ലക്ഷം വെച്ച് 2 തവണയായിട്ട് ഭൂമി വാങ്ങിച്ചു. ഒന്നിന് 3.68 കോടി, രണ്ടാമത്തേന് 2.5 കോടി. ഓക്കെ, അതിൽ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കയ്യിലുള്ള കാശ് എത്ര മിച്ചം വരും? 18 ലക്ഷം ബാക്കി വരും. എന്നിട്ട് 97 ലക്ഷം KPCC-യുടെ തനത് അക്കൗണ്ടിലും ചെലവാക്കി എന്ന് പറയുന്നു. അതെന്തിന് ചെലവാക്കിയതാണ്? അതിന്റെ ആവശ്യം എന്തിനായിരുന്നു? 18 ലക്ഷം കിട്ടി, നാട്ടുകാർ കൊടുത്ത പൈസയിൽ 18 ലക്ഷം ബാക്കി ഇരിക്കുമ്പോൾ KPCC ചെലവാക്കിയെന്ന് പറയുന്നത് 97 ലക്ഷം എന്താണ്? ഞാൻ പറയുന്നത് ഹോംവർക്ക് ചെയ്യാതെ ഒരു തെരഞ്ഞെടുപ്പ് നോട്ടീസിന്റെ ബാക്കിൽ കുറിച്ചു കൊണ്ടുവന്ന് അവതരിപ്പിച്ച കണക്കാണ്. അതിന്റെ കുഴപ്പം മൊത്തം ഇതിനകത്തുണ്ട്. അനൂപേ അല്ല നിഷാദ്, ഞാനൊരു കാര്യം പറയട്ടെ. ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് KPCC തെരഞ്ഞെടുപ്പാണോ നടക്കുന്നത്? കേരള നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പല്ലേ? ഇത്ര വലിയ ഒരു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ദുരന്തത്തിൽ ഗവൺമെന്റ് നടത്തിയ ഭരണ നിർവഹണത്തോട് ഒരു രാഷ്ട്രീയ പാർട്ടി സ്വമേധയാ എടുത്ത ചാരിറ്റിയുമായി കണക്കിനെ താരതമ്യം ചെയ്യുന്ന നിങ്ങളുടെ സമീപനെ തെറ്റാണെന്നേ. ഞാൻ പറഞ്ഞത് അതല്ല, അത് നിങ്ങൾ താരതമ്യം വിട്ടേക്കൂ. ഞാൻ പറഞ്ഞത് 5 കോടി രൂപ പൊതുവിടത്തിൽ നിന്ന് പിരിച്ചെടുത്ത ഒരു ഏർപ്പാടിനകത്ത് താരതമ്യം അർഹിക്കുന്നേ ഇല്ല. ആ താരതമ്യം വേണ്ട, താരതമ്യമേ ഇല്ല. ഞാൻ ചോദിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക് പൈസ, ജനങ്ങളുടെ പൈസ പിരിച്ച് കൈകാര്യം ചെയ്യുന്നതിലെ നിങ്ങളുടെ സുതാര്യത ആൻഡ് ക്രെഡിബിലിറ്റി, ഒരു പാർട്ടിയെ കുറിച്ച് അത് അക്കൗണ്ടബിൾ ആണല്ലോ, അത് ഡിസ്കസ് ചെയ്യുമല്ലോ. ബാക്കിയെല്ലാം പറഞ്ഞേക്കൂ. 5 കോടി രൂപ പൊതു ഇടത്തിൽ നിന്ന് പിരിച്ചെടുത്തിട്ട് അതെങ്ങനെ വിനിയോഗിച്ചു എന്ന കാര്യത്തിലുള്ള ക്രെഡിബിലിറ്റി ഡിസ്കസ് ചെയ്യാണ്. ഒരു പാർട്ടിക്ക് അത് പ്രധാനമാണ്. അത് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രോപ്പർ ആൻസർ ഇല്ല. നിങ്ങൾ മറ്റേ കമ്പാരിസൺ ഒക്കെ മാറ്റിയേക്കും. ഇതിനിപ്പോ വയനാട് ദുരന്തത്തിന് വേണ്ടി പിരിച്ചതല്ല തന്നെ വെച്ചേക്കൂ. 5.5 കോടി രൂപ നിങ്ങൾ നാട്ടുകാരുടെ നിന്ന് പിരിച്ചു. അത് ഒരു ഇമോഷനുമായി ബന്ധപ്പെട്ട് പിരിച്ചെടുത്തിട്ടുള്ള പൈസയാണ്. അതിന്റെ കണക്ക് പറയൂ. ബാക്കിയൊക്കെ വിട്ടേക്കും. ഇത് വയനാടല്ലാതെ വെച്ചേക്കൂ, വേറൊരു കാര്യത്തിന് വേണ്ടിയാണ്. ബട്ട് ഇത് ജനങ്ങളൊരു ഇമോഷന്റെ അടിസ്ഥാനം തന്ന കാശാണ്. അതിന് കണക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ ഒരു അത് നോക്കൂ. ആ കണക്കിന്റെ എൻ്റെ ചോദ്യം അത് വാലിഡ് ആണോ എന്നുള്ളതല്ല. ആ കണക്ക് വിശദീകരിക്കാൻ KPCC പ്രസിഡന്റ് വന്നിരിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് നോട്ടീസിന്റെ പുറകിൽ കുറിച്ച് വെച്ചിട്ട് വായിക്കാണ്. ആകെ അത്രേ ഉള്ളൂ കിട്ടിയ പൈസ. ഇനി യാതൊരു വിശദാംശമില്ല. അത് നമ്മൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ കംപ്ലീറ്റ് പൊരുത്തക്കേടുവാണ്. അത് പറയുമ്പോൾ CPM-ന്റെ ധനരാജ് രക്തസാക്ഷി ഫണ്ട് അല്ലെങ്കിൽ സർക്കാരിന്റെ വീട് വായിക്കുന്നത് അത് നിങ്ങൾ ഉന്നയിച്ചോ? ഉന്നയിക്കുമ്പോൾ നിങ്ങൾ ഇന്ന് സംസാരിക്കുന്നത് നിങ്ങളുടെ വിഷയമാണ്.
നിങ്ങളതിൽ വ്യക്തത വരുത്തിയിട്ട് വേണം മറ്റേ ചോദിക്കാൻ. മറ്റേതല്ലേ നിങ്ങൾ ദിവസങ്ങളായിട്ട് ചോദിക്കുന്നത്. അല്ല ആയിക്കോട്ടെ, അല്ല ധൻരാജിന്റെ കണക്ക് മാത്രമല്ലെന്നേ, CPM ഇക്കാര്യത്തിൽ ഇപ്പോൾ പോലും ഇന്ന് നിങ്ങൾ ചർച്ച ചെയ്യുന്നത് വയനാട് ഫണ്ടാണല്ലോ. നിങ്ങൾക്ക് ധനരാജ് ചർച്ച ചെയ്യാൻ പാടില്ല, അഭിമന്യു ചർച്ച ചെയ്യാൻ പാടില്ല, CPM തിരുവനന്തപുരത്ത് രക്തസാക്ഷികൾ ചർച്ച ചെയ്യാൻ പാടില്ല. വയനാടിൽ ഒതുങ്ങണമെന്ന് അങ്ങേക്കിത്ര നിർബന്ധമാണെങ്കിൽ വയനാടിനെ കുറിച്ച് തന്നെ സംസാരിക്കുന്നേ, അതിന് പ്രശ്നമുണ്ടോ? 99 ലക്ഷം രൂപ കൊടുത്തതിന്റെ കണക്ക് പറഞ്ഞത്, CPM പിരിച്ചതിന്റെ കണക്ക് പറഞ്ഞിട്ടുണ്ടോ? CPM പിരിച്ചതിന് കണക്ക് പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ പറഞ്ഞിട്ടില്ല. പിരിച്ചതിന്റെ കണക്ക് പറയാതെയാണ് ഞങ്ങൾ നിങ്ങൾ പറയാണ് 5.38 കോടി CPM കൊടുത്ത്. അതിന് വേറെ പേപ്പറൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞു, നമ്മൾ വിശ്വസിച്ചു. അതിൽ ചോദ്യം ചോദിച്ചു. ഞങ്ങളല്ലാതെ അതല്ലേ നിങ്ങൾ പറയണം 5 കോടി വിശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമില്ലാതെ. നിങ്ങളെക്കാൾ ചെറിയ പാർട്ടികൾ ഇതിൽ കൂടുതൽ പൈസ മേടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്ര കിട്ടിയുള്ളൂ നിങ്ങൾ പറഞ്ഞു, ഓക്കെ ഞങ്ങൾ വിശ്വസിച്ചു. ക്വസ്റ്റ്യൻ അടുത്തുണ്ട്. നിങ്ങൾ പറഞ്ഞ കണക്കിനകത്ത് പ്രശ്നം. അല്ല നിങ്ങളിത് ഇങ്ങനെ നിങ്ങളിത് വിശ്വസിച്ചു എന്ന് ഞങ്ങൾക്ക് അനുവദിക്കുന്ന ഒരു സൗജന്യമായിട്ടൊന്നും നിഷാദ് പറയണ്ട. നിങ്ങളുടെ സൗജന്യം ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. എനിക്ക് തോന്നുന്നു വിശ്വസിക്കാൻ. എനിക്ക് തോന്നുന്നു വിശ്വസിക്കാൻ. പക്ഷേ നിങ്ങളെക്കാൾ ചെറിയ പാർട്ടികൾ ഇതിൽ കൂടുതൽ പൈസ പിരിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ പൈസ കിട്ടിയിട്ടില്ലെന്ന് ചോദിക്കാം. പലരോടും നമ്മൾ ചോദിക്കാറുള്ളൂ. ആ ചോദ്യം ചോദിക്കുന്നില്ല. ആ ചോദ്യം മാറ്റി വെച്ചിരിക്കുകയാണ്. അത് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഈ അവതരിപ്പിച്ച കണക്കിനകത്തുള്ളൂ ഈ നോട്ടീസിന്റെ പുറകിൽ എഴുതിക്കൊണ്ടുവന്ന ഈ കണക്കിനകത്ത് പ്രശ്നമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ആ കണക്ക് വിശദീകരിക്കാൻ പറ്റണമല്ലോ. ഒരു ഇത്രയും ദിവസം നിങ്ങൾ തീച്ചുളയിൽ ഹോംവർക്ക് ചെയ്തൊരു സാധനം. അല്ല നോട്ടീസിന്റെ പുറത്ത് കണക്ക് എഴുതി അദ്ദേഹത്തിന്റെ കയ്യിൽ ചിലപ്പോ മൊബൈലിലായിരിക്കും കണക്ക്. നോട്ടീസ് ഈ കാലത്ത് ഒരു നീല കളറിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ബ്രോഷറിന്റെ പുറകിലാണ് ഷീറ്റ് കിട്ടാനില്ല സംശയം. പോട്ടെ, അത് ഗൗരവം. ഒരു വിഷയം കത്തി നിൽക്കുന്ന വിഷയത്തെ അവതരിപ്പിക്കുന്നതിന് അതൊക്കെ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം കിട്ടി. ഞാൻ അതിൽ പിടിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് ഈ പറയുന്ന 18 ലക്ഷം ബാക്കി എവിടെ നിന്ന് ബേസിക് ക്വസ്റ്റ്യൻ. അല്ല ഇത് നിഷാദ് ഒരു ചർച്ചയ്ക്കകത്ത് തുടക്കത്തിലെ ഞാനത് വിശ്വസിച്ചു, എന്തോ വലിയ സൗജന്യം അനുവദിക്കുന്ന പോലെ പറയുന്നു, നോട്ടീസിന്റെ പുറത്താണെന്ന് പറയുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കേണ്ട, തെരഞ്ഞെടുപ്പിന്റെ അവസാന ആഴ്ചയിൽ ഉന്നയിക്കപ്പെടേണ്ട ഏറ്റവും മർമ്മപ്രധാനമായ വിഷയമായിട്ട് തോന്നുന്നത് അങ്ങേക്ക് തോന്നുന്നത് ഇതാണോ? ഈ പറയുന്ന ഇതേ വിഷയത്തിൽ തന്നെ ചർച്ച ചെയ്യുമ്പോൾ തുടക്കത്തിലെ അങ്ങ് പറഞ്ഞു ധനരാജിലേക്ക് പോകരുത്, അഭിമന്യുവിലേക്ക് പോകരുത്. ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യമാണ്. ആദ്യത്തെ പറഞ്ഞു, ഇത് സർക്കാർ ഇപ്പോഴും ഈ പറയുന്ന വീടുകളിൽ വാസയോഗ്യമല്ല, അത് പോകട്ടെ. അങ്ങേക്ക് സർക്കാർ ചെയ്യേണ്ടതും കോൺഗ്രസ് ചെയ്യേണ്ടതും ഒരുപോലത്തെയുള്ള ഉത്തരവാദിത്വവും കടമയാണ് എന്ന് അങ്ങേക്ക് തോന്നുന്നെങ്കിൽ അതാകട്ടെ. അപ്പൊ അങ്ങനെയാണ് ഞാൻ പറയുന്നതല്ലേ. സർക്കാർ ചെയ്യുന്നതിനെ കുറിച്ച് ചോദ്യം ചോദിക്കാത്ത അല്ല, സർക്കാർ ചെയ്യുന്നതിനെ കുറിച്ച് ചോദ്യം ചോദിക്കാത്ത ഒരു പ്ലാറ്റ്ഫോം അല്ല ഇത്. ഞാൻ ചോദിക്കുന്നത്, ഇന്ന് സംസാരിക്കുന്നത് കോൺഗ്രസിന്റെ ഫണ്ടുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾക്കൊടുവിൽ കോൺഗ്രസിന്റെ നേതൃത്വം ഒരു കണക്ക് അവതരിപ്പിച്ചു. നാം അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. അതിലൊരു ക്ലാരിറ്റി തന്നാൽ അടുത്ത നിമിഷത്തിൽ നമുക്ക് അതിൻ്റെ വാട്ടർ ബോട്ടിലേക്ക് പോകാവുന്നതാണ്. പക്ഷേ ക്ലാരിറ്റി തരണം. കോൺഗ്രസ് അടുത്ത തവണ ഭരിക്കാൻ പോകുന്നു എന്ന് അവകാശപ്പെടുന്ന പാർട്ടിയാണ്. കേരളത്തിലെ വലിയ പാർട്ടിയാണ്, ഇന്ത്യയിലെ വലിയ പാർട്ടിയാണ്. ആ പാർട്ടി ആളുകൾക്കിടയിൽ നിന്ന് ആളുകളുടെ വൈകാരികതയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ പിരിച്ചെടുത്ത കോടിക്കണക്കിന് രൂപയുമായി ബന്ധപ്പെട്ട ഒരു കണക്കിനെ ചൊല്ലി വിവാദം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. ക്ലാരിറ്റി വരുത്തുക പ്രധാനമാണ്. ഇപ്പൊ ധൻരാജ് രക്തസാക്ഷി ഫണ്ട് CPIM സിമ്പതൈസേഴ്സ് പിരിച്ച പൈസയാണ്. അതിലൊരു CPIM ഇൻസൈഡർ തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ ആ പാർട്ടി ആകമാനം ഒരു കുഴപ്പത്തിലേക്ക് വന്നല്ലോ. അപ്പോൾ അത് വിശദീകരിക്കാൻ ആ പാർട്ടിക്ക് ബാധ്യതയുണ്ട്. വിശദീകരിക്കാൻ പറ്റിയില്ല. ആ പറ്റാത്തതിന്റെ ബ്ലോക്കിൽ ഇപ്പോഴും ആ പാർട്ടി കിടക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെയാണ് നിങ്ങളും. അല്ല ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട് നിഷാദെ. നിഷാദ് പറയുന്നതിനകത്ത് പ്രശ്നം എന്ന് പറയുന്നത് CPM പിരിക്കുന്ന ഫണ്ട് എന്ന് പറയുന്നത് CPM സിമ്പതൈസർ. കോൺഗ്രസിന് സമയത്തും ഗവൺമെന്റ് ഫണ്ട് പിരിക്കുമ്പോൾ കോൺഗ്രസിന് ഫണ്ട് തരുന്ന ആളുകൾ എന്ന് പറയുന്നത് കോൺഗ്രസിനോട് താല്പര്യമുള്ള ആളുകളാ. അതിലൊന്നും സംശയം വേണ്ട. അല്ലെങ്കിൽ അവർ ഗവൺമെന്റ് ഫണ്ട് കൊടുക്കുക. ഞങ്ങളോട് താല്പര്യമുള്ള ഞങ്ങളുടെ പാർട്ടി ബന്ധുക്കളും ഞങ്ങളുടെ അനുഭാവികളും തന്നെയാണ് ഞങ്ങൾക്ക് പൈസ രക്തസാക്ഷി ഫണ്ട് കൊടുക്കുന്നത്. കച്ചവടക്കാർ ഞങ്ങളോട് താല്പര്യമുള്ള കച്ചവടക്കാർ തരും. ധനരാജ് ഫണ്ടിൽ കച്ചവടക്കാർ തരും. എന്റെ നിഷാദെ, ഞങ്ങളോട് താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് പൈസ കൊടുക്കാൻ ഗവൺമെന്റ് ഉണ്ട്. ഗവൺമെന്റിലേക്ക് നേരിട്ട് പൈസ കൊടുക്കാമല്ലോ. കോൺഗ്രസ് വഴി പൈസ കൊടുക്കണ്ടല്ലോ. ഇതിനെ ദുരന്ത ബാധിതരെ സഹായിക്കുക മാത്രമാണ് ലക്ഷ്യമെന്നതെങ്കിൽ അവരെ സഹായിക്കണമെങ്കിൽ ഗവൺമെന്റിലേക്ക് പോയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊടുത്താൽ മതി. കോൺഗ്രസിൽ വിശ്വാസവും കോൺഗ്രസിനോട് താല്പര്യവും കോൺഗ്രസ് താല്പര്യമുള്ള ആളുകൾ തന്ന പൈസ പ്രചരിപ്പിക്കുന്ന
അത് കോൺഗ്രസിന്റെ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചോളാം എന്ന് പറയാനും മാത്രം കഴിയില്ല. ബെനിഫിഷ്യറി ആയിട്ടിരിക്കുന്നത് മറ്റേത് രക്തസാക്ഷി ഫണ്ടിന്റെ ബെനിഫിഷ്യറി CPIM പാർട്ടി കുടുംബാംഗമായ ധനരാജന്റെ കുടുംബങ്ങളാണ്. ഇത് കോൺഗ്രസും നോൺ കോൺഗ്രസ് ആയിട്ടുള്ള ഒരുപാട് പേര് ഇതിന്റെ ബെനിഫിഷ്യറി ആയിട്ട് ഇവിടെ കാത്തിനിക്കാണ്. ബെനിഫിഷ്യറിയുടെ പ്രശ്നം മാത്രമല്ലല്ലോ ഞാൻ പറയുന്നത്. ഒരു ഫണ്ട് പിരിവ് അല്ല, ഞാൻ അതിലേക്ക് വരാം. ഒരു ഫണ്ട് പിരിവ് ആരിൽ നിന്ന് പൊതുജനത്തിൽ നിന്ന് പിരിച്ചാലും ഒരു ഏത് ആവശ്യത്തിന്റെ പേരിലായാലും അതിനകത്തൊരു ധാർമ്മികതയുടെ പ്രശ്നമുണ്ട്. നിങ്ങൾ തുടക്കത്തിലെ സ്വരാജിന്റെ ഭാഷയിൽ അത് രക്തസാക്ഷി ഫണ്ടാ, അത് ഞങ്ങൾ വിശദീകരിക്കേണ്ട കാര്യമില്ല, ഞങ്ങളോട് താല്പര്യമുള്ള പാർട്ടി ബന്ധുക്കളാ, പാർട്ടി അനുഭാവികളാ, ഇവിടെ ഞങ്ങളോട് താല്പര്യമുള്ള ആളുകളല്ലേ തന്നിട്ടുള്ളത്. എന്ത് സംശയമുള്ളത്? ഇവിടെ ഫണ്ട് പിരിക്കുമ്പോൾ കോൺഗ്രസ് പറഞ്ഞ പോയിന്റാണ്. ഞാൻ ധനരാജന്റെ കാര്യത്തിൽ ആ പോയിന്റിൽ നിന്നില്ല. അത് പറയാൻ പാടില്ല എന്നുള്ളതല്ല, അത് പറയണം. പക്ഷെ അത് നിങ്ങളുടെ കാര്യത്തിൽ ക്ലാരിറ്റി വരുത്തണം. കാരണം നിങ്ങളുടെ കാര്യത്തിലാണ് ഇന്ന് ന്യൂസ് ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് താങ്കൾ പെട്ടെന്ന് സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഞാൻ ചോദിക്കുന്ന ഈ പൈസയുടെ വ്യത്യാസം കിടക്കുന്നു ഇവിടെ. അപ്പൊ അത് സംസാരിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അതാണോ ഈ തെരഞ്ഞെടുപ്പിലെ വിഷയം? അതിനപ്പുറം സർക്കാരിൽ എന്നൊക്കെ പറയണം താങ്കൾ. സർക്കാർ ഓഡിറ്റ് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം, തർക്കമൊന്നുമില്ല. പക്ഷെ ഇതും പ്രധാനമാണ്. കാരണം ഈ സർക്കാർ ഈ ഫണ്ട് പിരിവിൽ ഈ സർക്കാർ CMDRF ഉപയോഗിക്കുന്നതിൽ പരാജയം, ഈ സർക്കാർ വയനാട് പുനരധിവാസത്തിൽ പരാജയം എന്നൊക്കെ ഉന്നയിച്ചുകൊണ്ടാണല്ലോ നിങ്ങൾ പകരം അധികാരത്തിലേക്ക് വരാൻ പോകുന്നത്. അത് സെയിം ഇഷ്യൂവിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയ്ക്ക് നിങ്ങൾ എത്രമാത്രം പ്രതിജ്ഞാബദ്ധമായി എന്തുമാത്രം പ്രൊഫഷണലായി വർക്ക് ചെയ്യുന്നുള്ള ക്വസ്റ്റൻ ഉണ്ടാവുമല്ലോ. ആ ക്വസ്റ്റൻ ആൻസർ ചെയ്ത് കിട്ടിയാൽ മതി. ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ വയനാടിൽ ഫണ്ട് സമാഹരണത്തിന് ശേഷം ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധിയെക്കുറിച്ച് അങ്ങേക്ക് അറിയാത്തതല്ലോ. അവിടെ ഭൂമി കിട്ടാൻ വൈകുന്നു, ഭൂമി കിട്ടാത്തതിന്റെ പ്രശ്നം വരുന്നു, അങ്ങനെ ഭൂമി വാങ്ങിക്കുന്നു. ഈ ഫണ്ട് എവിടെ വിനിയോഗിച്ചു എന്ന് പറയുമ്പോൾ വളരെ മുഹൂർത്തമായി ഞങ്ങൾക്ക് കാണിക്കാൻ ഭൂമി ഉണ്ടെന്നേ. ഞങ്ങൾ അതിനകത്ത് കാലതാമസം വന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഗവൺമെന്റ് ഇപ്പോഴും ഈ പറയുന്ന വീടുകൾ വാസയോഗ്യമായി കൊടുക്കാത്തതിന്റെ ഗവൺമെന്റിന് ഫണ്ടിന്റെ പ്രശ്നമില്ല. അത് ആവശ്യത്തിൽ കൂടുതൽ ഫണ്ട് ഉണ്ട്. DYFI കൊടുത്ത് ഫണ്ടിൽ പോലെ അത് പലിശയ്ക്ക് കൊടുത്ത് പണം ഉണ്ടാക്കാണെന്നേ. അപ്പൊ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസ് കൊടുത്ത കണക്ക് കറക്റ്റ് ആണോ എന്ന് ഈ ചർച്ചയുടെ ഇലക്ഷനിന് ഇനി 4-5 ദിവസം നിൽക്കുമ്പോൾ 5 വർഷത്തെ പിണറായി വിജയന്റെ ഭരണത്തെ വിലയിരുത്തേണ്ട സമയത്ത് വയനാട് ഫണ്ടിനെ അജണ്ടയാക്കി കൊണ്ടുവരിക. ഈ സർക്കാരിന്റെ എന്ത് പ്രവർത്തനത്തെ ചോദിച്ചാലും വയനാട് ഫണ്ട് എവിടെയെന്ന് ചോദിക്കുന്നത് ഒരു മാധ്യമ അജണ്ട അതിനെ പിൻപറ്റുന്ന ആവരുത് എന്ന് ഞങ്ങൾ പറഞ്ഞോളൂ. പറയാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ? ഈ കോൺഗ്രസിന്റെ പൈസ എവിടെയെന്ന് ചോദിച്ചാൽ കോൺഗ്രസിന്റെ പൈസ എവിടെയെന്ന് ചോദിച്ചാൽ ജയചന്ദ്രൻ കോൺഗ്രസ് പൈസ പിരിച്ചിട്ടുണ്ട്. പിരിച്ച പൈസ വെച്ച് സ്ഥലവും വാങ്ങിച്ചിട്ടുണ്ട്. ആ സ്ഥലം അവിടെ കിടക്കുകയാണ്. അതിന്റെ ജീവിക്കുന്ന തെളിവാണ്. ഇനി അവിടെ വീട് വെക്കണം. വീട് വെക്കാൻ പൈസ കളക്ട് ചെയ്യുന്ന പരിപാടിയിലേക്ക് അവർ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. ശരിയാണ്, കണക്ക് അവതരിപ്പിക്കാൻ അവർ വൈകിട്ടുണ്ട്. അല്ലെങ്കിൽ സമയബന്ധിതമായിട്ട് എല്ലാവരും വെച്ച വേഗതയിൽ അവർക്ക് വീട് വയ്ക്കാൻ പറ്റിയില്ല. എല്ലാവരും ചെയ്ത വേഗതയിൽ അവർക്ക് സ്ഥലം കണ്ടെത്താനും അത് വാങ്ങിക്കാനും കഴിഞ്ഞില്ല. രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ശരിയാ, ചില ഡിലേ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ പൈസ മുഴുവൻ കോൺഗ്രസ് അടിച്ചു എന്ന മട്ടിൽ ശവം തൂക്കികൾ എന്നൊക്കെയുള്ള ആക്ഷേപവാചകം ചൊരിയുന്നത് ഒരർത്ഥത്തിൽ അങ്ങേയറ്റം കടന്ന ഒരു നിലയല്ലേ? അതെന്നോടാണോ ചോദിക്കുന്നത്? യെസ്. എന്നോടാണോ നിഷാദേ? അതെ. ഹലോ, ശ്രീ ജയചന്ദ്രൻ താങ്കളോട് ചോദിക്കായിരുന്നു. അല്ല, അത് അങ്ങനെ ആ ഒരു സമീപനമല്ലല്ലോ. ഇതിനകത്ത് കാണേണ്ട ചില വസ്തുതകൾ, ചില യാഥാർത്ഥ്യങ്ങളുണ്ടല്ലോ. ഇന്നലെ വരെ പിന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പോയിന്റ്, പ്രധാനപ്പെട്ടൊരു പോയിന്റ് ഉണ്ടല്ലോ. അദ്ദേഹം പറയുന്നത് ഇതൊരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് തീർന്നു കഴിഞ്ഞിട്ടാണ് അതിനെത്ര ചിലവായി എന്ന് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം, ബാധ്യത ഞങ്ങൾക്കുള്ളൂ. അത് ആ പ്രോജക്റ്റ് തീർന്നു കഴിയുമ്പോൾ ചെയ്യാം എന്ന് ഇന്നലെ വരെ പറയുന്നു. മിനിഞ്ഞാന്ന് പറയുന്നു നിങ്ങൾ കണ്ടില്ലേ, ഞങ്ങൾ കല്ലിട്ട് പണി തുടങ്ങിയെന്നേ, നിങ്ങൾ പോയി നോക്കൂ. ഇതെല്ലാം മാധ്യമപ്രവർത്തകരോടാണ് പറയുന്നത്. ഇതിനെ ഒരു പ്രോജക്റ്റാക്കി മാറ്റുന്നതും അവിടെ കല്ലിട്ട് പണി തുടങ്ങിയെന്ന് പറയുന്നതും ഒക്കെ അദ്ദേഹം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് യാതൊരു തരത്തിലുള്ള ട്രാൻസ്പെറൻസിയും ഇല്ലാതെ, ഒരു സുതാര്യത ഇല്ലാത്ത വർത്തമാനം പറഞ്ഞത് ആരാണ്? ഭരണപക്ഷമാണോ? പ്രതിപക്ഷത്തെ നേതാവ് തന്നെയാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഇന്ന് എന്തുകൊണ്ടാണ് ഈ കണക്ക് പുറത്തു വരാൻ കാരണം? ഞാൻ വിശ്വസിക്കുന്നത് രാവിലെ തന്നെ പിന്നെ മീഡിയ വണ്ണിൻ്റെ ചീഫ് എഡിറ്ററുമായി KC വേണുഗോപാലിൻ്റെ അഭിമുഖം ഉണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴാണല്ലോ ഈ സംഗതി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് പുറത്തു വരിക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ദേശീയ നേതൃത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ വേണുഗോപാൽ ഉൾപ്പെടെ തോന്നിയുകൊണ്ടാണല്ലോ ഈ കണക്ക് പിന്നീട് പുറത്തു വരുന്നത്. ഇന്നലെ വരെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പുറത്തു കൊടുക്കേണ്ട കാര്യമില്ല ഇപ്പോൾ
എന്ന് പറഞ്ഞിടത്തുനിന്ന് ഇന്ന് KPCC പ്രസിഡന്റിന് പെട്ടെന്ന് മാറേണ്ടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉയർന്ന വിമർശനങ്ങളിൽ, ഉന്നയിക്കപ്പെട്ട വിമർശനങ്ങളിൽ പിന്നെ കതിരുണ്ട്, പതിര് മാത്രമല്ല അതിൽ കതിരുണ്ട് എന്ന് ബോധ്യപ്പെടുകയാണ് ചെയ്യുന്നത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾക്ക്. അത് നല്ല കാര്യമാണ്. പക്ഷേ ഈ നിരന്തരം ഇദ്ദേഹം ഇങ്ങനെ ഈ സുതാര്യതയില്ലാത്ത നിലപാടുകൾ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അത് കോൺഗ്രസിനെ എങ്ങോട്ടാണ് എത്തിക്കുന്നതെന്ന ബോധ്യം അവർക്കുമുണ്ട്. അതുകൊണ്ടാണ് ഈ തരത്തിൽ ഇന്നെങ്കിലും കണക്ക് പുറത്തു വന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അതേസമയം അത്തരമൊരു നിലപാട് നിരന്തരം സ്വീകരിക്കുന്നത് കൊണ്ടാണ് സ്വരാജിനെ പോലുള്ളവർ ഇത് പറ്റിക്കൽ പ്രസ്ഥാനമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി താങ്കൾ സൂചിപ്പിച്ച അടക്കമുള്ള ഉദാഹരണങ്ങൾ അവർ പറയുന്നത്. പറയുന്നതിൻ്റെ അകത്ത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൽ ചിലതിലെങ്കിലും കതിരുകളുണ്ട്, മുഴുവൻ പതിരല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് ഇന്ന് ഈ കണക്ക് പുറത്തു വരുന്നത്. അത് വരട്ടെ, പിന്നെ സോ ഫാർ സോ ഗുഡ് എന്ന് തന്നെ പറയാൻ കഴിയുമത്. അത് പുറത്തു വരേണ്ട കണക്ക് തന്നെയാണ്. എത്രയാണെങ്കിലും ശരി, ചില ചർച്ചകളിൽ ചില പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ, 140 കോടി കോൺഗ്രസ് പിരിച്ചെടുത്തുവെന്ന്. എനിക്കറിഞ്ഞുകൂടാ, എനിക്കത് വിശ്വസിക്കാനും കഴിയില്ല. വയനാടിൻ്റെ പേരിൽ 140 കോടിയൊക്കെ പിരിച്ചെടുത്തു എന്നുള്ളത് അത് ശരിയാണോ തെറ്റാണെന്ന് വിശദീകരിക്കേണ്ടത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. പക്ഷേ അവർക്കതൊന്നും ബാധകമല്ല എന്നുള്ള മട്ടിൽ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അൺപ്രൊഫഷണലായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്ത് കാണുന്നത്. അവരെങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങളെന്ത് വേണം എന്നുള്ള നിലയിലാണ് അവരതിനെ കാണുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ എല്ലാം ഒരു തരത്തിൽ പറയുന്നതിലെ സ്റ്റേറ്റ്മെന്റ്സ് സ്വാഭാവികമായിട്ട് ഒടുക്കിയപ്പെടുമല്ലോ. പണി തുടങ്ങി കഴിഞ്ഞു എന്ന് പറയുന്നു, ഞങ്ങൾ അതിന്റെ കണക്കുകൾ പുറത്തുവിടില്ല എന്ന് പറയുന്നു. അതിനെല്ലാം ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യമായിട്ട് നമ്മൾ കാണുന്നു. ഈ കോൺട്രഡിക്ഷൻസ് എങ്ങനെ ഉണ്ടാകുന്നു എന്നും കൂടി വിശദീകരിച്ച് പോവേണ്ടി വരും ഓപ്പോസിഷൻ എന്നാണ് തോന്നുന്ന ഒരു കാര്യം. അപ്പം സർക്കാരിൻ്റെ പ്രോജക്റ്റ് എന്തുകൊണ്ട് സമയബന്ധമായി തീർന്നില്ല എന്നൊരു ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. അത് കോൺഗ്രസ്സുകാർ ചോദിക്കാൻ പാടില്ല എന്ന് വേണമെങ്കിൽ പറയാമല്ലോ, വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നാൽ ആ ചോദ്യം അവിടെ നിൽക്കും, കോൺഗ്രസ്സുകാരെ മാറ്റി നിർത്തിയാലും. അതിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് ഒരു ഇടവേളയാം, വേഗം തിരിച്ചു വരാം ചർച്ചയിലേക്ക് വീണ്ടും. ശ്രീ ദാമോദർ പ്രസാദ്, ഇതിനകത്ത് കോൺഗ്രസ് ഒരു കണക്ക് മുന്നിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഒച്ചത്തിൽ സർക്കാരിൻ്റെ പ്രോജക്റ്റ് എന്തുകൊണ്ട് വായിക്കുന്നു എന്നുള്ള പ്രശ്നം ഉന്നയിക്കാൻ കഴിയുമോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതൊരു തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ കോൺഗ്രസ് പാർട്ടി ഒരു പാർട്ടി എന്ന നിലയ്ക്ക് നടത്തിയിട്ടുള്ള ഒരു പരിപാടിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ചർച്ച നടത്തുക, അതിൽ വിവാദം കേന്ദ്രീകരിക്കുക എന്ന് പറയുന്നതിൽ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു അനീതിയുണ്ട് എന്നൊരു വാദം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ അതെന്തുമാത്രം സാധ്യത ഉള്ളതെന്നായിട്ട് താങ്കൾ കാണുന്നുണ്ട്? രണ്ടാമത് പറഞ്ഞ വാദത്തിന് സാധ്യത ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എം സ്വരാജ് ആണ് ഈ പ്രശ്നം ഗൗരവമായിട്ടും രൂക്ഷമായി അവതരിപ്പിച്ചത്. ഒരു പൊളിറ്റിക്കൽ പോയിന്റ് സ്കോർ ചെയ്യുന്ന സമയത്ത് കോൺഗ്രസിനെതിരെ BJP കൂടി വടി കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ 2 തവണ മോഡി ക്യാമ്പയിൻ ചെയ്യാൻ വന്നു. ഈ കേന്ദ്ര ഗവൺമെൻറ് 10 പൈസ കൊടുക്കാത്തതിനെക്കുറിച്ച് ഈ ഇടതുപക്ഷത്തിനൊരു ഈ ക്യാമ്പയിനിൽ ഉന്നയിക്കാൻ പറ്റുന്നില്ലല്ലോ. വയനാടുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ BJP ഒരു കോണ്ടസ്റ്റൻ്റാണ്, ഒരു മൂന്നാമത്തെ മുന്നണിയാണ്. പല മണ്ഡലങ്ങളിലും BJP പ്രധാനപ്പെട്ട പ്ലെയറാണ്. എന്താണ് BJP വിമർശനം ഉന്നയിക്കാത്തത്? എന്താണ് കേന്ദ്ര ഗവൺമെൻറ് വിമർശനം ഉന്നയിക്കാത്തത്? അവിടെ പോയി പ്രധാനമന്ത്രിയോട് റിക്വസ്റ്റ് ചെയ്യുന്നത് ശരിയാണ്. പക്ഷേ പ്രധാനമന്ത്രി റിക്വസ്റ്റിനൊപ്പം ഇവിടെ ഇതേ രൂക്ഷമായ ഭാഷ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ പറയാനും ഈ സമയത്ത് എന്തുകൊണ്ട് ആ ഡിബേറ്റ് ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യം BJP കേരളത്തിൽ മത്സരിക്കുന്നുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കേരളത്തിൽ 2 തവണ ഇലക്ഷൻ ക്യാമ്പയിൻ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസിന് മാത്രം കോൺട്ര ചെയ്യുന്നു, കോൺഗ്രസിന് അടിക്കാൻ വടി BJP കൊടുക്കുന്നു? ഇത് LDFിൻ്റെ നിരീക്ഷകരൊക്കെ പറയാൻ ബാധ്യതയുണ്ട്. കാര്യം അവിടെ പ്രധാനപ്പെട്ട കാര്യം അവിടെയാണ് നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ കാണുന്ന പലതരത്തിലുള്ള ടൈപ്പിനെ കുറിച്ചുള്ള ആലോചന വരുന്നത്. അവിടെ BJPക്ക് ഒരു സോഫ്റ്റ് കോർണർ, ഒരു ബഫേഴ്സ് ഉണ്ടാക്കി കൊടുക്കുന്ന സമീപനം ഇതിനകത്ത് കാണാം. എന്തുകൊണ്ട് കോൺഗ്രസിന് ഈ കാര്യം അക്കൗണ്ടബിൾ ആണെന്ന് പറയുന്ന അക്കൗണ്ടബിലിറ്റി വിധേയമാക്കാൻ ബാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഇത്തരം കാര്യം ചോദിക്കണ്ടേ? അതുപോലെ തന്നെ ഈ CMDRFമായി ബന്ധപ്പെട്ട് തന്നെ പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ഈ പൊതുചർച്ചയാവാത്തതെന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം CMDRFിൻ്റെ RT വഴി നമുക്ക് വിവരങ്ങൾ തിരക്കാം എന്നുള്ള കാര്യത്തിന്. അപ്പോൾ CMDRFിൻ്റെ വിനിയോഗവുമായി ബന്ധപ്പെട്ട് എത്ര വിവാദങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അത് ഏതൊക്കെ കാര്യം മരണപ്പെട്ട MLAക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ പിന്നീട് തീരുമാനമായി കോടതിയൊക്കെ ഇടപെട്ടു നമുക്കറിയാം. പക്ഷേ എങ്കിലും ആ പൊതുജനങ്ങൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായമുണ്ട്. CMDRFമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ ഫണ്ട് വിനിയോഗിക്കുന്നതിനെക്കുറിച്ച് UDFിന് വ്യത്യസ്ത അഭിപ്രായമുണ്ട്, കേരള ജനങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അതിന് ഉപയോഗം എങ്ങനെയായിരിക്കണം, എന്തിനായിരിക്കണം, ഏതൊക്കെ ആവശ്യങ്ങൾ ഉപയോഗിക്കേണ്ടതിനെ കുറിച്ചിട്ട് അതും ഡിബേറ്റിൽ നിന്ന് പുറത്തുപോയി. അപ്പോൾ ഈ കോൺഗ്രസ് ചാരിറ്റി ഫണ്ട് റേസ് ഗൗരവമായ വിഷയമാണ്. അത് അക്കൗണ്ടബിലിറ്റി വിധേയമാണ്, വിശദീകരിക്കാൻ ബാധ്യതയുണ്ട്. ഇലക്ഷൻ്റെ തലേനാൾ എല്ലാവരും വിശദീകരിക്കേണ്ടത് എന്നിരിക്കെ തന്നെ ഈ തലേനാൾ വിഷയം ഉയർത്തിക്കൊണ്ടിരുമ്പോൾ അവിടുന്ന് ഇല്ലാതായി പോകുന്ന വിഷയം എന്തുകൊണ്ടാണ്? 2 വിഷയങ്ങൾ. ഒന്ന്, BJPയും കേന്ദ്ര സർക്കാരും ഈ കാണിച്ച അലംഭാവത്തെക്കുറിച്ച് നിശബ്ദത, അത് ചർച്ചയാക്കാനുള്ള മടി, അല്ലെങ്കിൽ അതിനെ വിമർശിക്കാനുള്ള മടി. 2, CMDRFിൻ്റെ വിനിയോഗവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കാവുന്ന വിഷയങ്ങൾ ചർച്ച മാറിപ്പോകുന്നു. അപ്പോൾ ഇത് കേരള സംബന്ധിച്ചും അത് 2 പ്രധാനപ്പെട്ട വിഷയമാണ്. ആ പൊളിറ്റിക്കൽ വിഷയം എന്തുകൊണ്ട് റേസ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കണം. ജയചന്ദ്രൻ, അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? ഈ വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു
ഘട്ടം വരുമ്പോഴെല്ലാം BJPയെ കുറിച്ച് ഉയർത്തി പറയുക എന്ന് പറയുന്ന സംഗതി ന്യായമാണല്ലോ. ഒച്ചത്തിൽ സംസാരിക്കേണ്ട പ്രശ്നമാണ്. നമ്മോട് ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായ ഒരു സംസ്ഥാനത്തോട് ഈ വിവേചനം കാണിച്ചത്. അത് ചെയ്യുന്നതിന് പകരം കോൺഗ്രസ് പാർട്ടിയിലേക്ക് ചുരുക്കുന്നു എന്ന വിമർശനം ഒന്ന്. രണ്ട്, മോദി ഇവിടെ തിരിച്ചു വരുമ്പോഴും ആ പ്രത്യാക്രമണം നടത്തുന്നില്ല. ഇന്ന് മോദി പറയാണ് ശബരിമല കൊള്ളയുടെ കാണാച്ചരടുകൾ കോൺഗ്രസ്സുകാരിലാണ്, നമ്മൾ വന്നാൽ അത് പൂട്ടുമെന്ന്. അപ്പോൾ ഈ സൗകര്യം ചെയ്തു കൊടുക്കൽ എന്ന് പറയുന്ന വിമർശനത്തെ എങ്ങനെയാണ് കാണുന്നത്, അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും? അല്ല, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ 48 യോഗങ്ങളാണല്ലോ നടന്നു കഴിഞ്ഞത്. ഈ യോഗങ്ങളിൽ ഏതെങ്കിലും ഒരു യോഗത്തിലെങ്കിലും കേരളത്തോടുള്ള തെറ്റായ നിലപാടുകളെ വിമർശിക്കാതെ പോയ ഒരു പ്രസംഗം പറയാൻ കഴിയുമോ? എങ്കിൽ പറയൂ, ഒരു പ്രസംഗത്തിലെങ്കിലും. പിന്നെ എല്ലാത്തിലും ഉൾപ്പെടുന്ന ആളുടെ ഈ മൊത്തം എന്ന് പറയുമ്പോൾ ഞാൻ മൊത്തമായിട്ട് തന്നെ പറയാം. ഏത് പ്രസംഗത്തിലും പിന്നെ പ്രധാനമായിട്ടും അദ്ദേഹം ഊന്നിയിട്ടുള്ളത് കേരളത്തോടുള്ള നിഷേധാത്മകമായ നയം. അതിന് നമുക്ക് കോടതി കയറേണ്ടി വന്നത്, രാഷ്ട്രീയമായ സമീപനം സ്വീകരിക്കേണ്ടി വന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് വിശദീകരിച്ച് പോരുന്നത്. അത് എല്ലാ യോഗങ്ങളിലും ഉണ്ട് താനും. അത് അവിടെ നിൽക്കുകയാണ്. അത് സ്ഥായിയായിട്ടുള്ള നിലപാടായിട്ടാണ് നിൽക്കുകയാണല്ലോ. അതിലൊരു മാറ്റം വരുത്തുന്നില്ലല്ലോ. അതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് കൂടെ പറയുമോ ശ്രീ ദാമോദർ പ്രസാദ്? ഇക്കാര്യത്തിൽ ഇതിനപ്പുറത്തേക്ക് എന്താണെന്ന് കൂടെ പറഞ്ഞെങ്കിൽ നമുക്കത് താങ്കൾ ഉന്നയിച്ച ചോദ്യം എനിക്ക് മനസ്സിലായി. അതിൻ്റെ ആ പോയിന്റിലേക്ക് തന്നെ വന്നാൽ എന്താണ് ഇതിനപ്പുറത്തേക്ക് ഒരു മുഖ്യമന്ത്രി എന്നുള്ളതെനിക്ക് അദ്ദേഹം പിണറായി വിജയൻ പരസ്യമായി സംസാരിക്കേണ്ടത് എന്നാണ് താങ്കൾ കരുതുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. ഞാൻ പറയണോ? ദാമോദർ പ്രസാദ്, തീർച്ചയായിട്ടും ഈ സമയത്ത് ഇവിടെ ഈ ഇലക്ഷൻ സമയത്ത് ഡിബേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഞാൻ നേരെ സൂചിപ്പിച്ചു, 3 മുന്നണികൾ മത്സരിക്കുന്നു. ഒരു മുന്നണിയെ CPM നയിക്കുന്നു, ഒരു മുന്നണിയെ കോൺഗ്രസ് നയിക്കുന്നു, ഒരു മുന്നണി BJP. തീർച്ചയായിട്ടും UDF-ഉം LDF-ഉം തമ്മിൽ കോൺഗ്രസിലേക്ക് പരസ്പരം ചർച്ച കൊണ്ടുപോകുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. അത് നേരത്തെ ആരോടെ മത്സരം സ്ഥാപിക്കുന്നതിനൊരു സമർത്ഥിക്കുന്നത് തന്നെയാണ്. പക്ഷേ അപ്പുറത്ത് പ്രധാനമന്ത്രി കേരളത്തിൽ 2 തവണ വരികയും ഈ വിഷയം കേരള ഫണ്ടായി ബന്ധപ്പെട്ട് ഗൗരവമായ വിഷയം നിൽക്കുന്നുണ്ട്. മുഖ്യമന്ത്രി എല്ലാ സ്ഥലത്തും പോയി പ്രസംഗിക്കുന്ന സമയത്ത് ഇന്ന് ചർച്ചയിൽ ഏതാ വന്നത്? ജയേന്ദ്ര സാറിനെ ആലോചിച്ചാൽ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിബേറ്റ് ചെയ്യുന്ന കോൺഗ്രസ് കാശ് വെട്ടിച്ചു എന്ന വിഷയത്തിലേക്ക് ഡിബേറ്റ് പോകുന്നത്, അർഹതപ്പെട്ട കേരളത്തിന് അർഹതപ്പെട്ട പൈസയെക്കുറിച്ച് സ്വരാജ് ശബ്ദമായ കാര്യത്തിൽ ഞാനൊന്ന് പറയാം. അല്ല, VR അനൂപ്, ഇപ്പം നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങിയപ്പോൾ ആദ്യം ഉയർന്നു കേട്ട ഒരു വിമർശനം അല്ലെങ്കിൽ ആക്ഷേപം എന്ന് പറയുന്നത് BJP CPM ഡീലാണ്. ഒരു 3-4 ദിവസം അതിൽ തന്നെ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് പറ്റി, തർക്കമില്ല. അതിന് മറുപടി പറയാൻ CPM നിർബന്ധമായി. നിങ്ങൾക്ക് അവിടെ അജണ്ട സെറ്റ് ചെയ്യാൻ പറ്റിയുള്ള വസ്തുതയാണ്. അതിനുശേഷം പിന്നെ കണ്ടത് CPM SDPI ഡീൽ എന്ന് പറയുന്ന സംഗതിയാണ്. അതും ഒരു 3-4 ദിവസം മുന്നോട്ട് പോയി. CPM അവിടെ ഡിഫൻസിലായിരുന്നു. BJP ഉണ്ടായിരുന്നതിനേക്കാൾ BJPയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് മറുപടി പറയാൻ അവർക്ക് ചരിത്രമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ SDPയുടെ കാര്യത്തിൽ അവർ നല്ലപോലെ ഡിഫൻസിലാവുന്നത് കണ്ടു. നിങ്ങൾക്ക് അതിൽ എഡ്ജെടുക്കാൻ പറ്റി. പക്ഷേ അടുത്ത ഘട്ടത്തിൽ, തെരഞ്ഞെടുപ്പ് പോളിംഗിലേക്ക് അടുക്കുന്ന ഘട്ടത്തിൽ വയനാട്ടിൽ നിങ്ങളെ കൊണ്ടുവന്ന് ലോക്ക് ചെയ്യാൻ അവർക്ക് പറ്റിയോ? ഇപ്പോൾ അജണ്ടയുടെ ചരട് അവരുടെ കയ്യിലാണോ? നിഷാദെ, ഇതിനകത്ത് ഈ വയനാട് ഫണ്ട് ഇവർ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്ന സന്ദർഭം എന്താ? കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ MP ഗോവിന്ദ മാസ്റ്റർ പത്രസമ്മേളനം നടത്തുന്നില്ല. CPM-ൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളും പത്രസമ്മേളനം നടത്തുന്നില്ല. ഒരു സുപ്രഭാതത്തിൽ സ്വരാജ് അങ്ങ് കയറി പത്രസമ്മേളനം നടത്തുന്നു. ഒരു വലിയ പദം അങ്ങ് പറയുന്നു, ശവം തൂക്കൽ. വളരെ അച്ചടി മലയാളത്തിൽ സംസാരിക്കുന്ന സ്വരാജ് ശവം തൂക്കൽ എന്ന് കോൺഗ്രസിൽ അധിക്ഷേപിക്കുന്നു. അതിൻ്റെ പിന്നാലെ CPM-ൻ്റെ സൈബർ ഹാൻഡിലുകൾ ഇതാ സ്വരാജ് വന്നതെന്ന് പറഞ്ഞ് ഓളിയിടുന്നു. ഞങ്ങൾ എന്തോ ഒരു വലിയ കാര്യം സ്വരാജ് അവതരിപ്പിച്ചു എന്ന് പറയുന്നു. ഈ ശവം തൂക്കൽ എന്നുള്ള പദത്തിൽ പോലും വലിയ പ്രശ്നമുണ്ടെന്നേ. മരണത്തിൻ്റെ വ്യാപാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നരേന്ദ്രമോദിയെക്കുറിച്ച് ഒരു അക്ഷരമിണ്ടാതെ കോൺഗ്രസ്സുകാരാണ് ഈ ശവം തൂക്കൽ നടത്തുന്നതെന്ന് പറയുന്നത് തന്നെ കേരളം ചർച്ച ചെയ്യും. പിന്നെ സ്വരാജ് ഇത് പറഞ്ഞതോടുകൂടി ആരാതിനോട് ഏറ്റവും വലിയ പ്രതികരണം നടത്തിയത്? പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ്റെ വിഷയം സ്വരാജ് എന്താ പറഞ്ഞത്? അതൊന്നും പ്രശ്നമല്ല, ഞങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ കുഞ്ഞികൃഷ്ണൻ തൊട്ട് മനു തോമസ് വരെയുള്ളവർ അതിന് മറുപടി പറയുന്നുണ്ട്. ഇനിയിപ്പോൾ സ്വരാജ് പറഞ്ഞു ശവം തൂക്കൽ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് വെച്ചാൽ കോൺഗ്രസ് പറയുന്നത് എന്താ? നമുക്കത് ചർച്ച ചെയ്യാം. ആരാണ് ശവം തൂക്കൽ നടത്തുന്നത് എന്ന് നമുക്ക് ചർച്ച ചെയ്യാം എന്ന പൊസിഷനിലാണ് കോൺഗ്രസ്. നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട എന്ന് പറയുന്നത് ഫണ്ട് തട്ടിപ്പാണെങ്കിൽ കേരളത്തിൽ പരമ്പരാഗതമായി പൊതു ഫണ്ടുകൾ തൊട്ട് വയനാട് ഫണ്ട് തൊട്ട് രക്തസാക്ഷി ഫണ്ടുകൾ വരെ വലിയ രാഷ്ട്രീയ ഉപജീവനമാക്കി മാറ്റുന്ന പാർട്ടി എന്ന് പറയുന്നത് ആരാണെന്ന് ചർച്ച ചെയ്യാമെന്നുള്ള പൊസിഷനിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ ഈ വിഷയത്തിൽ ഒളിച്ചുകൂടെയല്ല. വയനാട് ഫണ്ടിനെ കുറിച്ച് ഞങ്ങൾ തന്നെ പറഞ്ഞൊരു കാര്യം എന്താ? ഞങ്ങൾ ഇപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ആക്ഷേപം ഉണ്ടാവും, പക്ഷെ ഞങ്ങൾ പറയുന്നത് പിരിച്ചതിന് കണക്കാ. CPM ഇപ്പോഴും 99 ലക്ഷമാണ് പിരിച്ചത് എന്ന് പറഞ്ഞിട്ടില്ല. CPM കൊടുത്തതാ. CPM കാലങ്ങളായി നടത്തുന്ന രീതി എന്താ?
CPM ഒരു വലിയ തുക പിരിക്കുകയും ഒരു രക്തസാക്ഷി വന്നാൽ അതിനൊരു രാഷ്ട്രീയ അവസരമായി പണസമ്പാദനത്തിനുള്ള അവസരമായി ഉപയോഗിക്കുന്ന പാർട്ടിയാണ് CPM എന്ന് ആർക്കറിയാത്തത്? ഏത് രക്തസാക്ഷിക്കാണ്, ഏത് രക്തസാക്ഷി കുടുംബത്തിനാണ് ഇതപര്യന്തമുള്ള രാഷ്ട്രീയ ചരിത്രത്തിൽ പിരിച്ച മുഴുവൻ തുകയും കൊടുത്തിട്ടുള്ളത്? അതിൽ പാർട്ടിക്കൊരു വിഹിതമുണ്ട്, പിരിച്ചവർക്കൊരു വിഹിതമുണ്ട്. ഇപ്പൊ പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണന്റെ വിഷയം ഇപ്പോൾ ഇവർ ഉന്നയിക്കുന്നത് പോലെ പുറത്തുനിന്ന് ഉന്നയിക്കപ്പെട്ടതാണോ? കുഞ്ഞികൃഷ്ണൻ ഞങ്ങളുടെ സഖാവായിരുന്നോ? മനു തോമസ് ഞങ്ങളുടെ സഖാവായിരുന്നോ? ആ വിഷയത്തെ മുൻനിർത്തി ആ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന ആളുടെ പേരാ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അഭിമന്യുവിന്റെ വിഷയം ഇപ്പോഴും അഭിമന്യുവിന്റെ കുടുംബത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട വിഷയമുണ്ട്. ഈ പറയുന്ന ധനരാജിന്റെ വിഷയം കൂടാതെ തിരുവനന്തപുരത്ത് രക്തസാക്ഷിയുടെ വിഷയമുണ്ട്. നമുക്ക് ഈ ഫണ്ട്, ഇതിപ്പോ കേരളത്തിനകത്ത് ഏറ്റവും സുപ്രധാനപ്പെട്ട വിഷയമാണ് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ഫണ്ട് തട്ടിപ്പെങ്കിൽ നമുക്ക് ആ വിഷയം തന്നെ ചർച്ച ചെയ്യാന്നേ. ആ വിഷയത്തിലും ഞങ്ങൾക്ക് എഡ്ജെടുക്കാൻ കഴിയുമെന്നുള്ള ഉത്തമ വിശ്വാസമുണ്ട്. കാരണം CPM നടത്തിയ വയനാട് ഫണ്ടുമായി നടത്തിയ പിരിവിനെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു കോൺഗ്രസ് പ്രതിനിധി ചർച്ചയിൽ ഉന്നയിക്കുന്നത് വരെ ഇത്തരമൊരു പിരിവ് നടന്നു എന്ന് പോലും ഒരു പറഞ്ഞിട്ടില്ല. ചർച്ചയിൽ പിരിവിനെ കുറിച്ച് അത്തരം ഒരു ആക്ഷേപം ഉയർന്ന ഘട്ടത്തിൽ ഇത് വലിയ വിവാദത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വിഷയം ഏതാണെന്ന് ജനം തീരുമാനിക്കട്ടെ. വയനാട് ഫണ്ടിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ഒരു ആത്മവിശ്വാസം പ്രകടമാക്കുന്നു. ആ ആത്മവിശ്വാസം ജനങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ എന്നത് വേറെ ഒരു ചോദ്യവുമാണ്. അതിൽ അവർക്ക് എന്തായാലും ആത്മവിശ്വാസമുണ്ട്. ലെഫ്റ്റ് അതിനെ പ്രയോഗിക്കാമെന്ന് വിചാരിക്കുകയും ചെയ്യുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്ന സമയം കഴിഞ്ഞുകൊണ്ട് താങ്ക് യു CVR അനൂപ്, ജയചന്ദ്രൻ, ദാമോദർ പ്രസാദ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.